എല്ലാവരും അവരവരുടേതായ ദൗർബല്യങ്ങളോടെയാണ് ജനിക്കുന്നത്. തിരുത്തലുകളോ രൂപാന്തരങ്ങളോ ആവശ്യമില്ലാത്ത ആരും ഉണ്ടാകില്ല. മറ്റുള്ളവരിൽ ഇഷ്ടക്കേടുകൾ കണ്ടെത്തുന്ന സ്വഭാവമുണ്ടെങ്കിൽ അവിടെ നടക്കേണ്ടത് അപരന്റെ മാറ്റമല്ല, സ്വന്തം മനം മാറ്റമാണ്. നമസ്കാരം, ഞാൻ കവിത. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ കാട്ടിൽ ധാരാളം സിംഹങ്ങൾ ഉണ്ടായിരുന്നു. സിംഹങ്ങൾ കൊന്നു തിന്നുന്നവയുടെ അവശിഷ്ടങ്ങളെല്ലാം തങ്ങളുടെ ചുവട്ടിലാണ് ഇടുന്നത് എന്ന് ആ കാട്ടിലെ മരങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കി. അവർ ഇത് പരസ്പരം പറയുകയും മറ്റുള്ളവരോട് പരാതി പറയുകയും ചെയ്തു. അവസാനം അവർ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു. സിംഹങ്ങൾ വരുമ്പോൾ പേടിപ്പിച്ചോടിക്കുക. ഇത് കേട്ട് വയസ്സായ ഒരു മരം പറഞ്ഞു, അത് അപകടമാണ്. ഈ തീരുമാനം അപകടം ക്ഷണിച്ചു വരുത്തും. അവർ ആ വാക്കുകൾ ചെവികൊണ്ടില്ല. അവർ തീരുമാനം നടപ്പിലാക്കി. സിംഹങ്ങൾ വരുമ്പോഴെല്ലാം കാറ്റിന്റെ സഹായത്തോടെ അവർ ആടിയുലഞ്ഞു. ഈ കാട്ടിൽ എന്തോ അത്യാഹിതം സംഭവിക്കാൻ പോകുന്നു എന്ന ഭയത്തോടെ സിംഹങ്ങൾ കാട് ഉപേക്ഷിച്ചു പോയി. ആ കാട്ടിൽ സിംഹങ്ങളിൽ എന്ന വാർത്ത പരന്നതോടെ മരം വെട്ടുകാർ കാട്ടിലേക്ക് കയറി. പല മരങ്ങളെയും അവർ മുറിച്ച് കാടുകടത്തി. കുറവുകളില്ലാത്ത സാഹചര്യങ്ങളും കുറവുകളില്ലാത്ത മനുഷ്യരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന് തന്നെ ചില പോരായ്മകളുണ്ട്. കാരണം ആ യാത്ര ഒരിക്കലും അവസാനിക്കില്ല. എന്തിലും ന്യൂനത കണ്ടെത്തുന്നത് കൊണ്ട് ഒന്നിലും ഒരു തൃപ്തി ലഭിക്കില്ല. മാത്രമല്ല, ഒരിക്കലും ലഭിക്കാത്ത അകലെയുള്ളതിനെ നോക്കി കാലം കഴിക്കുകയും ചെയ്യും. എല്ലാവരും അവരവരുടേതായ ദൗർബല്യങ്ങളോടെയാണ് ജനിക്കുന്നത്. തിരുത്തലുകളോ രൂപാന്തരങ്ങളോ ആവശ്യമില്ലാത്ത ആരും ഉണ്ടാകില്ല. മറ്റുള്ളവരിൽ ഇഷ്ടക്കേടുകൾ കണ്ടെത്തുന്ന സ്വഭാവമുണ്ടെങ്കിൽ അവിടെ നടക്കേണ്ടത് അപരന്റെ മാറ്റമല്ല, സ്വന്തം മനം മാറ്റമാണ്. കുറവുകളില്ലാത്ത ആളുകളും സാഹചര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതേ കുറവുകളോടെ സ്വീകരിക്കാനും അംഗീകരിക്കാനും ചേർത്ത് പിടിക്കാനും നമുക്ക് ശീലിക്കാം. അവിടെയേ നമുക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്താൻ സാധിക്കും. ശുഭദിനം.